പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതലെന്നും എന്നേക്കും തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യാവതാര വേളയിൽ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് യേശുതമ്പുരാൻ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? മനുഷ്യാവതാര വേളയിൽ യേശുതമ്പുരാൻ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? പാസ്റ്റർ അനിൽ കുട്ടിത്തോട്ടത്തിന് ഒരു മറുപടിയായിട്ടാണെന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ 1-2 ദിവസം കാണാനിടയായി. അദ്ദേഹം ആ വീഡിയോ ഇട്ടിട്ട് 8-10 മാസമായി. ഇതിനു മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും അന്ന് മറുപടി പറയാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ടായി. അദ്ദേഹം പറയുന്നത് ഈ കന്യാമറിയാമിൽ നിന്ന് ഒന്നും തന്നെ മനുഷ്യാവതാര വേളയിൽ കർത്താവ് സ്വീകരിച്ചിട്ടില്ല എന്ന് കട്ടായം പറയണം അദ്ദേഹം. യേശു എന്നും ദൈവത്തോടുള്ളവനാണ്, അതാർക്കും സംശയമൊന്നുമില്ല. പക്ഷെ വചനം ജഡമായപ്പോൾ അത് കന്യാമറിയാമിൽ നിന്ന് ജഡമായത് അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇപ്പം ഒന്നും സ്വീകരിക്കാതെയാണ് ഒരു കുട്ടി പുറത്തേക്ക് വന്നതെന്ന് പറഞ്ഞാൽ അതിലെന്ത് ലോജിക്കാനുള്ളത്? അദ്ദേഹത്തിന് ഉദാഹരണം പറയുന്നത്, ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യത്വം എവിടെ നിന്നാണ് കിട്ടിയത്? അത് ദൈവം കൊടുത്തതാണ്. അതുപോലെ മനുഷ്യത്വം യേശുവിന് ദൈവം കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്താണെന്ന് ആർക്കും മനസ്സിലാവണില്ല. ആദാമിനെ ആരാ പ്രസവിച്ചത്? അത് അദ്ദേഹം പറയട്ടെ. ആദാമിനെ പ്രസവിച്ചത് ആരാ? ആദാമിനെ ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. അതുപോലെയാണോ മനുഷ്യാവതാരത്തിൽ നടന്നത്? അതെന്താ അദ്ദേഹം ചിന്തിക്കാത്തത്? അദ്ദേഹം പറയുന്ന ആദ്യ മനുഷ്യനായ ആദാം, അല്ലെങ്കിൽ ആദ്യത്തെ ആദാം, അല്ലെങ്കിൽ ആദ്യത്തെ ക്രിസ്തു മനുഷ്യാവതാരം അല്ലെങ്കിൽ മനുഷ്യത്വം അവനിൽ വന്നത് ദൈവം കൊടുത്തതാണ്. അതുപോലെ അവസാനത്തെ ക്രിസ്തു അല്ലെങ്കിൽ അവസാനത്തെ ആദാമായ ക്രിസ്തു അവന് മനുഷ്യത്വം ലഭിച്ചത് ദൈവം കൊടുത്തതാണെന്നാണ്. ആദാമിനെ ആരാ പ്രസവിച്ചത് എന്ന് പറയാണ്ട് ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു കമ്പാരിസൺ ഉണ്ടോ? ഇല്ല. പാസ്റ്റർ പറഞ്ഞ മാതിരിയാണെങ്കിൽ ദൈവം ഒരു യുവാവിനെയോ ശിശുവിനെയോ സൃഷ്ടിച്ച് ഭൂമിയിൽ നിർത്തിയിട്ട് സൃഷ്ടിക്കേണ്ട ഒരു മനുഷ്യനുണ്ടാകട്ടെ, ഒരു കൊച്ചുണ്ടാകട്ടെ, ഒരു യുവാവ് ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞ ഉടനെ ഉണ്ടാകും. അതിനാരും സംശയമില്ല. ഇത് ദൈവപുത്രനാണ്, ഇവൻ മനുഷ്യപുത്രനുമാണ്, ഇവനിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ പോരെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാവും. ഇതങ്ങനെയല്ല ഉണ്ടായത്. തന്നെയല്ല, ആദ്യത്തെ ആദാമിന് മനുഷ്യത്വം കൊടുത്ത ദൈവമാണെന്നും അതുകൊണ്ട് അവസാനത്തെ ആദാമായ ക്രിസ്തുവിനും മനുഷ്യത്വം കൊടുത്ത ദൈവമാണെന്ന് തെളിയിക്കാൻ പറ്റിയ വാചകമുണ്ടോ? വാക്യമുണ്ടോ? വേദപുസ്തകത്തിൽ എന്തെങ്കിലും വാക്യം കാണിച്ചു തരട്ടെ അദ്ദേഹം. എന്ത് കാര്യത്തിലും വാക്യം അന്വേഷിക്കുന്നവരാണല്ലോ പെന്തക്കോസ്തുകാർ. ഇവിടെ എങ്ങനെയാണ് അതിന് വാക്യം വന്നേക്കണം? അപ്പോൾ പാസ്റ്റർ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ആദമിനെ ദൈവം സൃഷ്ടിച്ചതുപോലെ അല്ല കർത്താവിൻ്റെ മനുഷ്യാവതാരം നടന്നത്. അവിടെ വചനമല്ലേ ജഡമായി തീർന്നത്.
യോഹന്നാൻ 1:12 അങ്ങനെയല്ല പറയുന്നത്. വചനം ജഡമായി തീർന്നു. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. 1:1. ആ വചനമാണ് ജഡമായത്. അതിനെപ്പറ്റി ഭാഷത്തൊന്നും പറയല്ല. ഈ വചനം എങ്ങനെയാ മറിയാമിൻ്റെ ആ ഉദരത്തിൽ വന്നത്? അത് ചിന്തിക്കട്ടെ. അത് ലൂക്കോസ് 1:26 മുതൽ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖ മറിയാമിന് പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധവരുകളിലേക്ക് കൊള്ള, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അവൾക്ക് ദൈവത്തിൻ്റെ കൃപ പ്രത്യേകമായി ലഭിച്ചിരിക്കുകയാണ്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഗർഭം ധരിക്കുക എന്നുള്ളത് പാതാവിനെ ഗർഭം ധരിച്ച് പ്രസവിച്ചതല്ലല്ലോ. അതോ ഇവിടെ മറിയമിനോട് ഗബ്രിയേൽ മാലാഖ പറയാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. എങ്ങനെയാ പാസ്റ്റർ ഗർഭം ധരിക്കണം? അതൊക്കെ വലിയൊരു മിസ്റ്ററിയാണെന്ന് പറഞ്ഞു പാസ്റ്റർ രക്ഷപ്പെടാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്നൊക്കെ പിന്നെ പറയുന്നുണ്ട്. ഇപ്പം ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ രീതിയിൽ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും യോജിക്കണം. അത് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ പുരുഷന്റെ ബീജത്തിന് തുല്യമായിട്ട്, അത് നഗ്നമായിട്ട് പറയുന്നതിന് മടി വിചാരിക്കേണ്ട കാര്യമില്ല. വിവാഹ ലൈംഗിക ബന്ധമല്ല അവിടെ നടന്നത്. പക്ഷേ ഗബ്രിയേൽ മാലാഖ വഴി ദൈവത്തിൻ്റെ വചനം മറിയാമിൻ്റെ കാതിൽ കൂടി പ്രവേശിച്ച് അവളുടെ ഉദരത്തിൽ ചെന്നു. വചനം ചെല്ലാതെ എങ്ങനെ ജഡമാകണേ? ആ സമയത്ത് തന്നെ മറിയാമിലൊരു ഭ്രൂണമുളവായി. മറിയാമിൻ്റെ ശരീരത്വവും ആ വചനത്തോട് ചേർന്നു, ദൈവത്വത്തോട് മനുഷ്യത്വവും ചേർന്ന് ഒരിക്കലും വേർപിരിയാത്ത വിധത്തിൽ, മനുഷ്യത്വവും ദൈവത്വവും ഒരിക്കലും വേർപിരിയാത്ത വിധത്തിൽ അവിടെ ഒന്നായി ചേർന്നു. അതായത് മറിയാമിൻ്റെ ഉദരത്തിൽ ഒരു ദൈവ മനുഷ്യൻ ഉരുവായി. അത് സമ്മതിക്കാതെ തരവില്ല. എന്ത് വർത്തമാനം പറഞ്ഞാലും തരവില്ല. അങ്ങനെ വചനം ജഡമായി തീരുന്നത്. ഇതൊക്കെ സംഭവിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടാകും. അവിടെ തൃത്വം വേണം. പിതാവുണ്ട്, പിതാവിൻ്റെ വചനമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അവൻ്റെ മനുഷ്യാവതാരത്തിൽ അവർക്ക് പരിശുദ്ധാത്മാവിനും പിതാവിനൊക്കെ പങ്കുവേണ്ടേ? പിതാവിൻ്റെ വചനമാണ്. അതിനെപ്പറ്റി ചിന്തിക്കണം. ഞാനിതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റർ ഇത് ശ്രദ്ധിച്ച് കാണും, ശ്രദ്ധിക്കാത്ത മട്ടിൽ തള്ളിക്കാണും. ഇപ്പോഴും പാസ്റ്റർ ഇത് കണ്ടാലും ഞാൻ കണ്ടില്ല എന്ന് മട്ടിൽ തള്ളിക്കളേ ഉള്ളൂ. വ്യക്തമായ മറുപടി പാസ്റ്റർക്ക് തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. അങ്ങനെ മറുപടി തരട്ടെ, ഞാൻ മറുപടി പറയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പരാതി, സ്ത്രീയെ എന്ന് വിളിച്ചു എന്നാണ്. അമ്മ എന്നല്ലേ വിളിക്കണ്ട. അമ്മ ഒരിക്കൽ പോലും അമ്മ എന്ന് കന്യാമറിയാമിനെ യേശു വിളിച്ചിട്ടില്ല. ശരിയാണ്. അതിനേക്കാൾ ഉന്നത പദമാണ് സ്ത്രീയെ, ലേഡി. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കണേ? 33:15 ഭാഷ വായിച്ചിട്ടില്ല. അതിനെപ്പറ്റി ഒരു അക്ഷരം ഭാഷ പറഞ്ഞില്ലല്ലോ. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കും. സ്ത്രീയുടെ സന്തതിയാണ്, ആ സ്ത്രീയാണ് ഈ സ്ത്രീ എന്ന് കാണിക്കാനാണ് അവിടെ 3:15 സ്ത്രീയെ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് കാണിക്കാൻ കൂടിയാണ് കന്യാമറിയാമിനെ സ്ത്രീ എന്ന് കർത്താവ് സംബോധന ചെയ്യുന്നത്. സ്ത്രീയുടെ സന്തതി. അപ്പൊ സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ സ്ത്രീ എന്ന് ഒന്നും എടുത്തിട്ടില്ല അവന്. പിന്നെ എങ്ങനെയാ സ്ത്രീയുടെ സന്തതി അവിടെ? വെറുതെ ഒരു കൊച്ചിന് ദൈവം മറിയാമിൻ്റെ വയറ്റിലേക്ക് ഇറക്കി കൊടുത്തു. 9 മാസം കഴിയുമ്പോൾ അവൾ പ്രസവിച്ചു. അങ്ങനെയാണോ ഉണ്ടായത്? അങ്ങനെയാണോ ഉണ്ടായത്? സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ സ്ത്രീ എന്തെങ്കിലും എടുക്കട്ടെ. നമുക്ക് സാധാരണ കുട്ടികളുണ്ടാകുമ്പോൾ അവൻ്റെ പിതാവിനും മാതാവിനും ഉള്ള ആ
കഴിവുകൾ, അല്ലെങ്കിൽ അവൻ്റെ പിതാവിനും മാതാവിനുള്ള ആ ശരീരരക്തങ്ങൾ തീർച്ചയായിട്ടും ആ കുട്ടിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവന് മനുഷ്യത്വം കിട്ടുന്നത്. ഇതിവിടെ ഒരു അസാധാരണ സംഭവമാണ്. കാരണം പുരുഷനെ കൂടാതെ സ്ത്രീ ഗർഭിണിയാവണം. പക്ഷേ വചനം അവളുടെ ഉള്ളിലേക്ക് ചെല്ലണമുണ്ട്. അത് മറക്കാൻ പറ്റില്ല. വചനം വല്ല ജഡമായി തീർന്ന വചനം ചെല്ലാതെ ജഡമായിട്ട് എന്താ അറിയും? വചനം ജഡമായി എന്ന് പറയുമ്പോൾ തന്നെ ഈ ജഡം എന്ന് പറഞ്ഞാൽ എന്താ ഭാഷ അർത്ഥം? മനുഷ്യന്റെ ശരീരത്തിനല്ലേ ജഡം എന്ന് പറയണേ? ജീവനുള്ളതിനല്ലേ ജഡം എന്ന് പറയണേ? മൃഗത്തിന്റെ ജഡമെന്നോ പക്ഷിയുടെ ജഡമെന്നൊക്കെ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ വചനം ജഡമായി എന്നല്ലേ യവനം പറയുന്നു. അപ്പൊ ജഡമെന്ന് പറയുമ്പോൾ അത് ഒരു മനുഷ്യ ശരീരമല്ലേ? മനുഷ്യത്വം ഇല്ല ഇതിനകത്ത്. വചനം ജഡമാകണ്ടേ? ജഡമാകാൻ ദൈവം നേരിട്ട് അങ്ങോട്ട് ജഡം ആക്കി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ ഗർഭം ധരിക്കണ്ട, വെറുതെ ഒരു കൊച്ചിനെ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേരിടണം. പിന്നെ അങ്ങനെ പറഞ്ഞു വന്നു. ലൂക്കോസ് 1:26 മുതൽ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാം. അവൻ വലിയനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന്റെ എന്നേക്കും രാജാവായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു, ഇതങ്ങനെ സംഭവിക്കും, ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ നിഴലിടും. ആകയാൽ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. ഈ പ്രജ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പക്ഷേ പ്രജ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനല്ലേ പ്രജ എന്ന് പറഞ്ഞത്? മനുഷ്യത്വം അവനിൽ ഇല്ലെങ്കിൽ അവനെ പ്രജ എന്ന് പറയാൻ പറ്റുമോ? രാജാവിൻ്റെ പ്രജ എന്ന് പറഞ്ഞാൽ ഈ പ്രജയ്ക്ക് അവൻ ദൈവമല്ലല്ലോ. ഇവിടെ ദൈവമാണ്, അത് അറിയാം. വിശുദ്ധ പ്രജ എന്നാണ് ലൂക്കോസ് എഴുതിയേക്കുന്നത്. പ്രജ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് മനുഷ്യത്വമുണ്ട്. അല്ലാതെ പ്രജ എന്ന് പറയാൻ പറ്റുമോ? ആ വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആ ദൈവവചനമല്ലേ ഇറങ്ങി വന്ന് ചേട്ടൻ ധരിച്ചു. പിന്നെ ദൈവപുത്രൻ എന്ന് ദൈവമാണെന്ന് പ്രത്യേകം എടുത്ത് പറയണ്ട. പക്ഷേ മാലാഖ അവിടെ എടുത്ത് പറയാണ്, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും, വിശുദ്ധ പ്രജ. പിന്നെ അവിടെ മനുഷ്യരെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ആ പ്രജ മനുഷ്യനാണ്. അത് മറിയാമിന്ന് കിട്ടിയതാണ് മനുഷ്യത്തെ. അല്ലാണ്ട് അവിടെ മിസ്റ്ററി നടന്നു എന്ന് പറയുന്ന തടിതപ്പണയിലൊന്നും യാതൊരു അർത്ഥമില്ല. പിന്നെ അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തില് 3:15 സ്ത്രീയാണ്. സ്ത്രീയുടെ സന്തതി വ്യക്തമായിട്ടാണ്. വെറുതെ ഒരു കൊച്ചു കൊണ്ട് ദൈവം ഒരു കൊച്ചിനെ സൃഷ്ടിച്ച് മറിയാവിൻ്റെ ഉദരത്തിലാക്കിയിട്ട് 9 ദിവസം കഴിഞ്ഞ് അവന് പുറത്തു വരും. അങ്ങനെയാണോ സംഭവിച്ചത്? അതിനാണോ മിസ്റ്ററി എന്ന് ഭാഷ പറയുന്നത്? എനിക്ക് മനസ്സിലാവില്ല. കർത്താവിൻ്റെ മരണസമയത്ത് യോഹന്നാനെ വിളിച്ചിട്ട് കർത്താവ് അമ്മയെ ഏൽപ്പിക്കുകയാണ്. കർത്താവ് അമ്മയെന്ന് വിളിക്കല്ല, തീർച്ചയായിട്ടും യോഹന്നാനോട് പറയണം, ഇതാ നിന്റെ അമ്മ. പക്ഷേ ഈ യോഹന്നാനെ പ്രസവിച്ചത് കന്യാമറിയമാണ്. പിന്നെ ഇതുകൊണ്ട് കർത്താവ് നിന്റെ അമ്മയാണിതെന്ന് പറയണേ. കർത്താവ് കള്ളം പറയണല്ലേ? യോഹന്നാനെ പ്രസവിച്ചത് കന്യാമറിയാം, അല്ലെങ്കിൽ പിന്നെ അല്ലല്ലോ. പിന്നെ അമ്മയെന്ന് പറഞ്ഞാൽ നിന്റെ അമ്മ, സഭയുടെ അമ്മ, നിന്നെ ഏൽപ്പിക്കുകയാണ് ഞാൻ. കാരണം ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോയി. യോഹന്നാനും ഓടിയതാണെന്ന് ഒരു ഐതിഹ്യം പറയുന്നത്, അതൊന്നും വേദോസത്തിലില്ല കേട്ടോ. ഞാതിനെ പറ്റി ഏറ്റവും കുതിരയാണ്.
ഓടിപ്പോയപ്പോൾ അമ്മയും കുറേ സ്ത്രീകൾ അവിടെ നിന്ന് പൊട്ടിക്കരയാണ്, വിരുപ്പിക്കരയാണ്. അവൾക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അവൾ വിരുപ്പി കരയുമ്പോൾ ആ കരച്ചിൽ കണ്ടിട്ട് യോഹന്നാനെ പിന്നെ ഓടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ, ഞാനിവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഒരു ദൈവദേവമായിരിക്കാം. അവൻ പുരുഷൻ്റെ വീട്ടിലൊന്നും. ഇതാ നിന്റെ അമ്മ, സ്ത്രീയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. അപ്പോൾ കന്യാസ്ത്രീക്ക് അറിയാലോ എൻ്റെ മകനല്ല യോഹന്നാൻ, എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണ്, അത് അറിയാം. അപ്പോൾ ആ പറയണല്ലോ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തുകൊണ്ടാണ് യോഹന്നാനെ ഏൽപ്പിച്ച് സഭയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്? കന്യക ഗർഭിണിയായി. മത്തായി 1:22 പറയുന്നുണ്ട്. കന്യക ഗർഭിണിയായി, കന്യകയാണ് അവൾ. പുരുഷബന്ധം കൂടാതെ ഗർഭിണിയാകുകയാണ്. അത് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത് ഇവിടെ നിവർത്തി വരികയാണ്. അത് മത്തായി 1:23 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രവചനം നിവൃത്തിയാകുവാൻ ഇപ്രകാരം സംഭവിച്ചു. പാർശ്വരുടെ പ്രകാരം പ്രവചനം ഇവരെ നിവൃത്തിയായിട്ടില്ല എന്ന് വേണം വിചാരിക്കാൻ. എന്നത് നിവൃത്തിയാവണേ? കന്യക ഗർഭിണിയാവണ്ടേ? അപ്പോ കന്യക ഗർഭിണിയാകണം. ആണ് വചനം ഇറങ്ങി വന്നപ്പോൾ അവളിലൊരു ഭ്രൂണമുണ്ടാവുകയും അവളുടെ ശരീരവും രക്തവും ആ ഭ്രൂണത്തോട് ഈ വചനം ചേരുകയും ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേറെ പിരിയാത്ത വിധം ചേർന്നു. പാസ്റ്ററേ, അതില്ല എന്ന് പറഞ്ഞ് തടി തപ്പിയിട്ടൊരു കാര്യമില്ല. പിന്നെ പാസ്റ്റർ പറയുന്നത് അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മത്തായി 1:25 മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. പരിഗ്രഹിച്ചെന്നല്ല കേട്ടോ, പരിഗ്രഹിച്ചില്ല. അതെ, മാഷ യഹൂദന്മാരുടെ രീതി മാഷക്ക് അറിയാലോ. വിവാഹം പറഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവാണ്, അങ്ങനെ പറയുന്ന വേദസ്വര വാക്യങ്ങളുണ്ട്. ഇല്ലെന്ന് പാസ്റ്റർ പറയുന്നെങ്കിൽ തോന്നല്ല. ഭാര്യയും ഭർത്താവുമാണെങ്കിലും വിവാഹ ശുശ്രൂഷ കഴിയാതെ ഇവർ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയില്ല. സത്യം. അതുകൊണ്ടാണല്ലോ ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ല ഇതങ്ങനെ സംഭവിക്കുന്നു നോക്കണം. യോസേപ്പിന്റെ വീട്ടിലാണ് മറിയ താമസിക്കണമെന്ന് ഓർക്കണം. അതൊക്കെ മറന്നു പറയുന്നത്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ നടത്തുമ്പോൾ ഇമ്മാനുവേൽ എന്ന് പേരിടണം. യെശയ്യാപ്രവാചകൻ പറഞ്ഞാലേ അതിനെപ്പറ്റി വിശദമായിട്ട് പോണ്ട, സമയമില്ലാത്തതുകൊണ്ടാ. അപ്പം ഗർഭിണിയാകണം, ഗർഭം ധരിക്കണം. അതിത്ര അസാധാരണമായ രീതിയിലാണ്. കാരണം വിവാഹബന്ധം ഇല്ലാത്തതുകൊണ്ടാണ് അസാധാരണത്വം, അല്ലാണ്ട് വേറെ അവിടെ അസാധാരണത്വമൊന്നുമില്ല. അതിനാണ് പരിശുദ്ധാത്മ ഇറങ്ങി ആ പ്രക്രിയ അവിടെ നടക്കുന്നത്. അത് ശ്രദ്ധിക്കണം. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. അപ്പൊ പിന്നെ പരിഗ്രഹിച്ചുകൊണ്ടാ പാസ്റ്റർ പറയണു. പിന്നെ പരിഗ്രഹിച്ചത് പാസ്റ്റർ എങ്ങനെ അറിഞ്ഞു ചോദിക്കാൻ പാടില്ലല്ലോ. മത്തായിക്ക് അത്രേ വെളിപ്പെട്ട് കിട്ടിയുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. അത് അത്രേ എഴുതി വെച്ചു. പിന്നെ പരിഗ്രഹിച്ചോ പരിഗ്രഹിച്ചില്ലയോ എന്നോ എനിക്കും പാസ്റ്റർക്കും അറിയില്ല. അറിയോ? യോസേപ്പിൻ്റെ ആദ്യത്തെ ഭാര്യയിലെ മക്കളെ കൊണ്ടുവന്ന് അത് മറിയാവിൻ്റെ മക്കളാണെന്നൊക്കെ പറഞ്ഞ് തടിയപ്പിട്ടൊന്നും കാര്യമില്ല. പക്ഷേ മത്തായിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് മത്തായി എഴുതി വെച്ചു. മകനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല.
അതിനുശേഷം എന്തോ ആവട്ടെ പക്ഷേ ഇപ്പം കന്യയാണല്ലോ പ്രസവിച്ചത്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. ബാക്കി പിന്നെ പരിഗ്രഹിച്ചില്ല എന്ന് എനിക്കോ ഭാഷക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു സത്യം മനസ്സിലാക്കണം, ദൈവപുത്രനെ, ദൈവ മനുഷ്യനെയാണ് മറിയാം പ്രസവിച്ചതെന്ന് യൗസേപ്പിന് അറിയാം. ആ യൗസേപ്പ് മറിയാമിനെ വീണ്ടും പരിഗ്രഹിക്കാൻ ചെല്ലില്ല പക്ഷേ, ഒരിക്കലും ചെല്ലില്ല. ആ ദൈവത്തെ പ്രസവിച്ച ഉദരം പിന്നെ ഒരു മനുഷ്യന് പിറക്കാൻ ദൈവവും അനുവദിക്കില്ല. അവളെ പരിഗ്രഹിക്കാൻ യൗസേപ്പിന് തോന്നുകയുമില്ല. അതുകൊണ്ടാണ് മറിയം നിത്യകന്യക തന്നെയെന്ന് ഞങ്ങളുടെ സഭ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കണമെന്നില്ല. കാരണം നിങ്ങൾക്ക് ഏത് അഭിപ്രായം പറയാം, ഏത് സ്വീകരിക്കാം. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ഞാനും നിങ്ങളും താമസിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഭാഷ പറഞ്ഞില്ലേ. അവരവർക്ക് തോന്നുന്നു പറയാം, തോന്നുന്നു വിശ്വസിക്കാം. അപ്പോൾ അവൻ അവളെ പരിഗ്രഹിച്ചില്ല, പിന്നെ പരിഗ്രഹിച്ചു ഇല്ലയൊന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. പക്ഷെ പരിഗ്രഹിക്കാൻ സാധ്യതയില്ല. തന്നെയല്ല യൗസേപ്പ് ഇവളെ ഇട്ടേച്ച് പോകാൻ പോയതല്ലേ. അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അവളെ സ്വീകരിക്കാൻ നീ ഭയപ്പെടേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ ഉറച്ച വിശ്വാസമായി. അപ്പോൾ ദൈവ മനുഷ്യനെയാണ് മറിയാം പ്രസവിച്ചതെന്ന് യൗസേപ്പിന് ബോധ്യമായി. പിന്നെ ഒരിക്കലും എൻ്റെ ഭാഷ ഒരിക്കലും യൗസേപ്പ് അവളെ പരിഗ്രഹിക്കില്ല. അത് സത്യമാണ്. അതാണ് നിത്യകന്യക. അതാണ് AD 325 മറ്റും കൂടിയ സുന്നോദോസുകളിൽ 325 കുസ്തിനോപ്പൊലിസ് എഫേസോസ് സുന്നോദോസ് വെച്ച് മറിയാം ദൈവമാതാവാണെന്ന് വ്യക്തമായിട്ട് സഭ അംഗീകരിക്കുകയും അത് വിശ്വാസ പ്രമാണത്തിൽ ചേർക്കുകയും ചെയ്തു. നിങ്ങളത് അംഗീകരിക്കണമെന്ന് ഞാൻ പറയല്ല. പിന്നെ ആരാ അമ്മ എന്നൊക്കെ അങ്ങ് വിശദീകരണം കൊടുക്കുന്നുണ്ട്. അപ്പം മറിയാം എലിശബത്തിനെ സന്ദർശിച്ച വേളയിൽ എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ലൂക്കോസ് 1:43 എലിസബത്ത് പറയുന്നുണ്ട്. അപ്പോൾ പാസ്റ്റർ മറുപടി കൊടുക്കുന്നത്, അത് മാതാവിൻ്റെ അമ്മ എന്ന് ഞങ്ങളും പറയണേ, കർത്താവിൻ്റെ അമ്മയാണ് എന്ന് ഞങ്ങളും പറയുന്നുണ്ട്. പക്ഷെ മരിച്ചുപോയ ഒരാൾ പിന്നെ കർത്താവിൻ്റെ അമ്മ എന്ന് പറയേണ്ട കാര്യമില്ലെന്ന്. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അപ്പനാണ് എൻ്റെ അമ്മയാണെന്ന് പറയില്ലേ. എൻ്റെ അപ്പൻ ഇന്ന ആളാണ്, എൻ്റെ അമ്മ ഇന്ന ആളാണ്. അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണുമ്പോൾ ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ അപ്പനാണ് നമ്മൾ പറയില്ലേ. മരിച്ചു പോയ പിന്നെ പറയില്ലേ. എന്താ ഭാഷ പറയണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഭാഷ അതിന് മറുപടി തന്നാൽ മതി, എന്താ അതിൻ്റെ അർത്ഥമെന്ന്. ദൈവത്തിൻ്റെ ആര് ഭരിച്ചിട്ടില്ല, എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. ആ വാചക ഭാഷക്ക് അറിയാമല്ലേ. അതുകൊണ്ട് ദൈവത്തെ ധിക്കരിച്ചൊന്നും പറയരുത്. പിന്നെ ഭാഷ പറഞ്ഞത് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ടാണ് പറഞ്ഞത്. അല്ലാണ്ട് പരിശുദ്ധാത്മാവ് വന്നു പറഞ്ഞില്ലെന്ന്. ഓ, എന്ത് മണ്ടത്തരമാണ് ഭാഷയെ പറയുന്നത്. LKG പിള്ളേർ പോലും ചോദിക്കാത്ത ബാലിശമായ ചോദ്യങ്ങളാണ് ഭാഷ ചോദിക്കുന്നത്. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവല്ലേ പറയുന്നത്, അല്ലാണ്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പറയണോ? അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന് അവനെ കൈപിടിച്ചുകൊണ്ട് പോയതാണോ? അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യോർദാൻ വിട്ട് മടങ്ങി. അവൻ്റെ മാമോദീസ സമയത്തുണ്ടായ സംഭവങ്ങൾ മത്തായി 4 അതില്ലേ. അപ്പം അവിടെ പരിശുദ്ധാത്മാവെന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. അത് വളരെ ബാലിശമായി പോയി. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൾ പറഞ്ഞത് എൻ്റെ കർത്താവിൻ്റെ മാതാവ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്. ആ പിള്ള തുള്ളിച്ചാടിയപ്പോഴേ. അപ്പോൾ പരിശുദ്ധാത്മാവിന് എതിരായിട്ടാണ് ഭാഷപ്പോൾ പറയണത്.
പരിശുദ്ധാത്മാവ് വിരോധമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും മാപ്പില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനൊക്കെ പാസ്റ്റർ മറുപടി പറയേണ്ടി വരും ഒരു കാലത്ത്. പരിശുദ്ധാത്മാവിനോട് ധിക്കാരം കാണിക്കുകയോ? ഇതൊക്കെ എവിടെ കൊണ്ട് തീർക്കും എൻ്റെ പാസ്റ്ററെ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലിസബത്ത് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി മറിയം പറയുന്നുണ്ട്, അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാം. അല്ലാണ്ട് അവിടെ വെച്ച് ഞാൻ നിന്റെ ദാസി എന്നൊന്നും അവിടെ പറയണില്ല. ദാസി എന്ന് പറയുന്നത് ഗബ്രിയേൽ മാലാഖയാണ്. ഇവിടെ ദാസി എന്ന് പറയില്ല. അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചിരിക്കുന്നു. ഞാൻ അവളുടെ താഴ്മയാണ് അവിടെ. അതിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് അവൾക്ക് കൃപ ലഭിക്കുന്നത്. കൃപ ലഭിച്ച അവൾക്ക് ഗർഭിണിയാകാനുള്ള കൃപ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വചനവും മറിയാമിന് ഉരുവായ ഭ്രൂണവും സംയോജിപ്പിച്ചു. അങ്ങനെ ദൈവ മനുഷ്യൻ അവളിൽ ഉരുവായി പൂജാതം ചെയ്തു എന്ന് തന്നെ പറയാം. ഭൂമിയിൽ ജനിച്ചിരിക്കില്ല, അവിടെ ഉരുവായി. അതൊക്കെ ഒരിക്കലും ധിക്കരിക്കുന്നത് അത് പരിശുദ്ധാത്മാവിനോട് എതിരായിട്ടുള്ള ഒരു വലിയൊരു സകല തലമുറകൾ എൻ്റെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നതാണ്. മരിച്ചുപോയില്ലേ, പിന്നെ ഞാൻ ഭാഗ്യവതി എന്ന് പറയണോ? സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. മരിച്ചുപോയില്ല, പിന്നെ എന്തിനാ ഭാഗ്യവതി എന്ന് പറയണേ? മരിച്ചുപോയില്ല, പിന്നെ എന്തിനാ കർത്താവിൻ്റെ അമ്മ എന്ന് പറയണേ? നിങ്ങളങ്ങനെയാ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളവിടെ തിരിഞ്ഞു പോകില്ല. ഈയിടെ ഞാനൊരു വീഡിയോ കണ്ടു. ഒരു സാജു പാസ്റ്റർ പെന്തിക്കോസ്തുകാരൻ്റെ അദ്ദേഹത്തിരിക്കുന്നൊരു വീഡിയോ ആണ്. മരിച്ചു കഴിഞ്ഞാൽ ആ ശവക്കോട്ടയിൽ കൊണ്ടുപോയി ആ ശവം മറയുന്നത് കാടും കാട് പിടിച്ച് പാമ്പും പഴാരൊക്കെ നിറഞ്ഞ് കിടക്കുന്ന ഒരു കുറ്റിക്കാട്ടി കൊണ്ടുപോയി ഒരു കുഴി കുഴിച്ച് അതിനകത്തിട്ട് ഒരു 10-12 ഭാഷന്മാരും പ്രസവമൊക്കെ കഴിഞ്ഞ് ശവം അവിടെ ഇട്ടു പോരണം. 2 അടിയോ 3 അടിയോ താഴ്ചയായിട്ടേ ഉള്ളൂ. ചില സമയത്ത് അതുമില്ല. തൊട്ടടുത്ത് തന്നെ യാക്കോബക്കാരുടെ സെമിട്രി കാണിച്ചു അദ്ദേഹം. എത്ര നീറ്റായിട്ട് കിടക്കണം നോക്കിയേ. സാജു പാസ്റ്റർ എന്ന് പറയുന്നുണ്ട്, ഒരു ദിവസം നേരം വെളുത്തപ്പോൾ അവിടെ എന്നോ മറവ് ചെയ്ത ഒരു ശവം മണ്ണിൻ്റെ മുകളിൽ കിടന്നു. ബാക്കിയും മരുന്ന് വന്ന് കൊത്തിക്കൊണ്ടു പോകണം. കാരണം പിന്നെ ആരാണ് തിരിച്ചു പോകണില്ലല്ലോ. എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ. ഞാനൊന്ന് ചോദിക്കട്ടെ, ആ ശരീരം പുനരുദ്ധാനം ചെയ്യാനുള്ള ശരീരമാണോ? അല്ലേ പാസ്റ്റർ? നിങ്ങൾ പറയും പുതിയ ശരീരമാണ് കിട്ടണമെന്ന് പറയും, പഴയ ശരീരം പോയത്. അങ്ങനെയല്ല. കർത്താവിൻ്റെ മരിച്ച ശരീരം തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത്. അതിന് രൂപാന്തരീകരണം വന്നു. അപ്പോൾ രൂപാന്തരീകരണം വരാനുള്ള അല്ലെങ്കിൽ മഹത്വീകരിക്കപ്പെടാനുള്ള ശരീരമാണത്, ഉയർക്കാനുള്ള ശരീരമാണ്. അതിനോട് അല്പം ബഹുമാനം ഒന്ന് കാണിച്ചൊന്ന് ശവടക്കം എടുത്ത ഭാഷ. ദൈവത്തിന് അതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. ആ ശരീരത്തോട് ഇത്രയും അവഹേളനം വേണോ? ഞാൻ അവസാനിപ്പിക്കണം. പിന്നെ പാസ്റ്റർ പറഞ്ഞു, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് അവൻ്റെ അമ്മ. അത് ശരിയാണ്. പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് ചെയ്തത് പറയാൻ മാത്രമേ ഉള്ളൂ. മാഷ് പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ മാഷയുടെ സഭയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിർവഹിച്ചത് അറിയാൻ മാത്രമേ ഉള്ളൂ. ആ തരത്തിലും അറിയാം യേശുവിൻ്റെ അമ്മ തന്നെയാണ്, കർത്താവിൻ്റെ അമ്മയാണ്, ദൈവ മനുഷ്യൻ്റെ അമ്മയാണ്. ആ ദൈവ മനുഷ്യനെ 9 മാസം അവൾ വഹിച്ചു, പ്രസവിച്ചു. അപ്പോൾ ദൈവത്തെ പ്രസവിച്ചു, അതുകൊണ്ട് അവൾ ദൈവമാതാവാണ്. ഇനി മാഷ് പറയുന്ന പ്രകാരം മനുഷ്യത്വമില്ല, ദൈവം അങ്ങനെ ഇറങ്ങി ഇങ്ങോട്ട് വന്നു എന്ന് പറയുകയാണെങ്കിലും ദൈവത്തെ പ്രസവിച്ചിട്ടുണ്ട്. ഞാൻ ആ അർത്ഥത്തിൽ പറയണതല്ല. അപ്പോൾ മാഷ് പറയും ജനിച്ചപ്പോൾ തന്നെ ദൈവം അവന് മനുഷ്യത്വം കൊടുത്തു എന്ന് പറയും. അങ്ങനെയാണ് എന്തിനാ ഈ മറിയാമിനൊക്കെ തിരഞ്ഞെടുത്ത് അവളുടെ ഗർഭപാത്രത്തിൽ വചനം ഇറങ്ങി വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊന്ന് ചിന്തിച്ചു. അതിനുള്ള ഒരു മറുപടി എത്രയ്ക്കുള്ള നമുക്ക് സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരാളാണ് പാസ്റ്റർ ആര്യൽ കൊടിത്തോട്ടം. നല്ല പ്രസംഗം, നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു മുട്ടായുക്തിയും ദുർവ്യാഖ്യാനവും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണം. അതുകൊണ്ട് കാര്യമില്ല. മാഷ് കൈയൊക്കെ ഇങ്ങനെ ഉടർത്തി വലിയ ആവേശമായിട്ട് ജനത്തിൻ്റെ കൈയടി മേടിക്കാൻ വേണ്ടിയിട്ട് പലതൊക്കെ പറഞ്ഞു.
കണ്ടോ, അമ്മയുടെ കാര്യം പറയുമ്പോഴേക്കും രക്തം തളച്ചുകൊണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടെ സംവാദം ചെയ്യാമെന്ന് ആ മനുഷ്യനിട്ട് പേടിപ്പിക്കുന്നുണ്ട്. വൈകാരികമായിട്ട് മാഷും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിർവഹിച്ചത് മറിയാമാണ്. അല്ലെങ്കിൽ പുരുഷനെ അറിയാത്തൊരു പെണ്ണ് ഗർഭവതിയായിട്ട് നടന്നു കഴിഞ്ഞാൽ യഹൂദാചനം എന്താ ചെയ്യണമെന്ന് ഞാൻ പറയണ്ടല്ലോ. പിന്നെ പിതാവിൻ്റെ ഇഷ്ടത്തിന് മകനെ വിട്ടുകൊടുക്കുകയാണ്, ഇവരെതിരും പറയണില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്, ഞാൻ കൂടുതലായിട്ട് പറയണില്ല. പിന്നെ പാസ്റ്റർ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് അപ്പോസ്തലന്മാരൊന്നും ഈ കാര്യത്തെ പറ്റി വേണ്ടിയിട്ടില്ല. അപ്പം മത്തായി അപ്പോസ്തലനല്ലേ, ലൂക്കോസ് പോട്ടെ, മത്തായി അല്ലേ ഇതൊക്കെ എഴുതി വെച്ച്? മത്തായി അപ്പോസ്തലനല്ലേ, ഈ 12 പേരിൽ ഒരാളല്ലേ, അദ്ദേഹമല്ലേ ഇതൊക്കെ എഴുതി വെച്ച്? ഞാൻ കർത്താവ് പറഞ്ഞതിന് എതിരായിട്ടോ അല്ലെങ്കിൽ അതിനനുകൂലിച്ചോ പിന്നെ പ്രത്യേകമായിട്ട് മറ്റ് അപ്പോസ്തലന്മാർ പറയേണ്ട കാര്യമുണ്ടോ? അപ്പോസ്തലന്മാർ മറിയത്തിന് ഉണങ്ങണമെന്ന് പറയണം, ഉണങ്ങണമെന്ന് പറയുന്നില്ല. മറിയത്തെ പറ്റി ഒന്നും പറയണില്ല, പിന്നെ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങയിൽ ഒരു മറുപടി പ്രതീക്ഷിക്കുകയാണ്. മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കൂടെ തിരുത്താൻ അതൊന്നും കുഴപ്പമൊന്നുമില്ല. മാഷ് തിരുത്തണമെന്ന് ഞാൻ പറയണില്ല, അത് മാഷിൻ്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ മാഷെന്ന് വിളിച്ചാൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ വചനം ജഡമായി തീർന്ന മറിയാമിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ചാണ് വചനം ജഡമായി തീർന്നത്, അതിനൊരു സംശയമില്ല. അതുകൊണ്ട് മറിയാം കന്യക തന്നെ, അവൾ ദൈവത്തിൻ്റെ അമ്മയാണ്, കന്യക മറിയാമാണ്. പിന്നെ യോസേപ്പ് പരിഗ്രഹിച്ചിട്ടില്ല അവനെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.